കഴിഞ്ഞ വീഡിയോയുടെ ബാലൻസ് ആണ് കേട്ടോ ഈ വീഡിയോ. കഴിഞ്ഞ വീഡിയോ കാണത്തിന് മസ്റ്റായിട്ട് കണ്ടെങ്കിൽ മാത്രമേ ഈ വീഡിയോ മനസ്സിലാവുള്ളൂ. അങ്ങനെയാണ് നന്ദുവിന്റെ മുറിയിലേക്ക് വരുന്നുണ്ട്. നന്ദു, നിന്റെ കണ്ണില് പലതവണ ഞാൻ കണ്ടിട്ടുണ്ട് നിനക്ക് എന്നെ ഇഷ്ടാണെന്ന്. പിന്നെ നീ എന്തിനാ ഇങ്ങനെ മറച്ചു പിടിക്കുന്നേ? നന്ദു പറയാണ്, അനി ഞാൻ ഇനി പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഇപ്പൊ ഞാൻ നിന്നെ ഇഷ്ടാണെന്ന് പറഞ്ഞിട്ട് എന്ത് സംഭവിക്കാൻ പോവാ? നാളെ നിന്റെ വിവാഹ. മുത്തശ്ശന് അസുഖമായിട്ട് മുത്തശ്ശന് ഹോസ്പിറ്റലിലാ. ആ നിനക്ക് ഓർമ്മയുണ്ടോ? നിന്റെ അമ്മ എന്നെ കൊല്ലാനുള്ള ദേഷ്യത്തിലാ പോയിരിക്കുന്നേ. ഏത് നിമിഷവും ഇങ്ങോട്ടേക്ക് കയറി വരും. അന്ന് രാത്രി നീ കണ്ടതല്ലേ? അന്നോട്ട് തുടങ്ങിയതാ നിന്റെ അമ്മയ്ക്ക് എന്റെ ചേച്ചിമാരുടെ ദേഷ്യം. നയനേച്ചിനെ കുറെ ചീത്തയൊക്കെ പറഞ്ഞു, എന്നോടും പറഞ്ഞു ഇവിടുന്ന് എത്രയും ഇവിടുന്ന് പോയിക്കോളാൻ. അന്ന് ഞാൻ ഇവിടുന്ന് പറയാനിറങ്ങി പോയില്ലേ, അത് വേറൊന്നും കൊണ്ടല്ല. നിന്റെ അമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞു, അയ്യ നീ തമ്മിലുള്ള ബന്ധത്തില് അനാമയ്ക്ക് എന്തോ സംശയമുണ്ട്, അതുകൊണ്ട് ഇനി ഞാനോട് നിൽക്കാൻ പാടില്ല, പോയിക്കോളാന്. വിവാഹത്തിന് തലേദിവസം വന്നാലെന്ന് എന്റെ അമ്മ പറഞ്ഞത് അത് കേട്ടപ്പോ എനിക്ക് ഒരുപാട് സങ്കടമായി. ഇന്ന് വന്ന് കയറിയപ്പോ തന്നെ നിന്റെ അമ്മ പറഞ്ഞു എന്റെ അച്ഛനോട് എത്രയും പെട്ടെന്ന് എന്നെ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ, ജോലിയും പഠിത്തമൊക്കെ അത് കഴിഞ്ഞിട്ട് മതിയെന്ന്. അതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി ഇതൊന്നും വേണ്ട, ദയവ് ചെയ്ത് അനി ഇവിടുന്ന് പോ. എനിക്കനി ഒരു ഫ്രണ്ട് മാത്രാ. എന്തിനൊന്നും വീണ്ടും വീണ്ടും നീ കളത്തിലും പറയുന്നേ? എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടാണെന്ന്. അമ്മേനെ ഈ വീട്ടിലെ സാഹചര്യങ്ങളും നിന്റെ സാഹചര്യങ്ങളും എല്ലാം ഓർത്തിട്ട് നീ നമ്മുടെ പ്രണയം വേണ്ടെന്നൊക്കെ അല്ലേ? നന്ദു പറയാണ്, അനി എനിക്ക് നിന്നെ സംസാരിക്കാനില്ല, ദയവ് ചെയ്ത് നീ മുറിയിൽ പോ. ആരില് കണ്ടുകൊണ്ടെന്നാല് എന്നെ പറയുള്ളൂ, ഞാൻ നിന്നെ വിളിച്ചു കയറ്റി തന്നെ പറയുള്ളൂ, ദയവ് ചെയ്ത് നീ മുറിന്ന് പോവാനി. ഇല്ല നന്ദു, നീ പറയാൻ ഞാൻ പോവില്ല. എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന്. നിനക്ക് പറഞ്ഞെന്താ കുഴപ്പം? അതിന് നീ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളൊന്നും ഞാനിപ്പോ പറഞ്ഞിട്ട് എന്നെ സമ്മതിക്കാൻ പോവാ? ഞാനിപ്പോ തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാല് ഇപ്പൊ ഇവിടെ എന്താ സംഭവിക്കാൻ പോന്നേ? അതൊക്കെയുണ്ട്, നീ പറ, എന്നെ ഇഷ്ടമാണെന്ന് പറ. ഇല്ല, ഞാൻ പറയില്ല, എനിക്ക് നീ ഇഷ്ടമില്ല, നീ ജസ്റ്റ് ഫ്രണ്ട് മാത്ര. അപ്പോഴേക്കും മാനി അവളെ രണ്ട് കൈയിലും പിടിച്ച് അവന്റെ അടുത്തേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. പിറ്റിക്കുള്ളിനെ നന്ദുവിനെ ചേർത്ത് നിർത്തിയിട്ട് അവന് ചോദിക്കാണ്, ഇപ്പൊ പറ, എന്റെ കണ്ണു നോക്കിട്ട് പറ, നിനക്കെന്നെ ഇഷ്ടമില്ലേ? ഈ സമയത്ത് എനിക്ക് നിന്റെ പ്രണയം പറഞ്ഞിരിക്കാൻ പറ്റാത്ത പ്രണയ. നന്ദു, ഞാൻ പറഞ്ഞല്ലോ, നീ എന്റെ ജീവനാ. ഞാൻ ഏറ്റവും അധികം എന്നെക്കാളും സ്നേഹിക്കുന്ന നിന്നെയാ. ഇപ്പൊ ഈ ലോകത്ത് മറ്റാരെക്കാളും ഞാൻ സ്നേഹിക്കുന്ന നിന്നെയാ. പറ, നിനക്കെന്നെ ഇഷ്ടമില്ലേ? നന്ദു ഒന്നും മിണ്ടാതെ ഇങ്ങനെ അവന്റെ കണ്ണുകളൊക്കെ ഞാൻ നോക്കി നിൽക്കാണ്. അനിയും അവളുടെ കണ്ണിലേക്ക് ഞാൻ നോക്കി നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിക്കാണ്, പറ നന്ദു, നിനക്കെന്നെ ഇഷ്ടമില്ലേ? ഒന്നും മിണ്ടാതെ നന്ദുവിന്റെ കണ്ണുകൾ നിറഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അവന്റെ കണ്ണിലേക്ക് എന്നെ നന്ദുവിനെ നോക്കി നിൽക്കാണ്. പറ നന്ദു, നിനക്കെന്നെ ഇഷ്ടമില്ല നന്ദു? ഇനി ചങ്ക് പൊടിഞ്ഞ പോലെ തോന്നാ നീ ഇഷ്ടമില്ലെന്ന് പറയുമ്പോ. ഇന്ന് വരെ ഒരു പെൺകുട്ടിയെ പ്രണയിച്ചിട്ടില്ല. എനിക്ക് ആരോടും എന്തൊരു ഫീലിങ്സ് നിന്നോട് തോന്നിയിരിക്കുന്നേ. സത്യം, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം നന്ദു. നിന്റെ ബിഹേവിയർ, നിന്റെ ഈ നടത്തം എല്ലാം എനിക്ക് ഇഷ്ടാ. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എന്തോ ഒരു സ്ക്രാച്ചിന്റെ ഉള്ളിൽ വീണതാ. അന്ന് തുടങ്ങിയതാ എനിക്ക് നിന്നുള്ള പ്രണയം. പക്ഷെ ഇത് പ്രണയമായി മാറിയത് അനാമിക നമ്മുടെ ഇടയിലേക്ക് വന്നേ പിന്നെയാ. നന്ദു പ്ലീസ് പറ, നിനക്കെന്നെ ഇഷ്ടാണോ? അവന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി ഞാൻ നന്ദു നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് അനി നന്ദനെ ചുള്ളിങ്ങനെ ഉമ്മ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറെ നേരം അവരുടെ കിസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. നിന്നതിന് ശേഷം അനി പറ, ഇപ്പൊ പറ, നിനക്കെന്നെ ഇഷ്ടാണോ? അപ്പൊ നന്ദുവിന്റെ കണ്ണിൽ നിന്ന് ഇറങ്ങിയൊഴുകായിരിക്കും. നന്ദു പറയുന്നുണ്ട്, അതെ അനി, എനിക്ക് നിന്നെ ഇഷ്ടാ, ഒരുപാട് ഇഷ്ടാ. അപ്പോഴേക്കും നന്ദു അനിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. നന്ദു അനി പറയാണ്, വാ നമുക്ക് ഇവിടുന്ന് പോവാം. അനി എന്താ പറ, നമുക്കിവിടെ പോവാന്നോ? നാളെ നിന്നെ കല്യാണാ. എന്ത് പറഞ്ഞാലും എനിക്ക് നിന്നെ വേണം, അത് മാത്രം മതി എനിക്ക് അനാമികയെ വേണ്ട. ഈ സ്വത്ത് മുതലും ഒന്നും എനിക്ക് വേണ്ട. ഈ സ്വത്ത് കാരണമാണല്ലോ നീ ഇപ്പൊ എന്നെ ഒരുമിക്കാത്തത്. എനിക്ക് ഈ സ്വത്ത് വേണ്ട. അനി, സ്വത്തല്ല പ്രശ്നം. ഞാൻ നീ ഇപ്പൊ ഇവിടുന്ന് പോയി വിവാഹം കഴിച്ചാല് നാളെ എന്തെനിക്ക് സംഭവിക്കാൻ പോവാ? എന്റെ ചേച്ചിമാര് മനഃപൂർവ്വം എന്നോട് കൊണ്ടുവന്നാണെന്നും നിന്നെ തമ്മിൽ ഒളിച്ചുറൻ പ്രേരിപ്പിച്ചതാണെന്നും പറയില്ലേ? അങ്ങനെ എന്റെ ചേച്ചിമാരുടെ ജീവനം നശിച്ചു പോയില്ലേ? അവസാനം ഞങ്ങൾ 3 പേര് ഞങ്ങൾ വിട്ടു നിൽക്കേണ്ടി വരും. എന്റെ അമ്മയുടെ അച്ഛൻ അവസ്ഥ ആലോചിച്ച് നോക്കി. ഞാൻ വരില്ല, ഒരിക്കലും ഞാൻ വരില്ല. അപ്പോഴേക്കും അനി പറയുന്നുണ്ട്, നന്ദു നീ വന്നില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ തന്നെ ആത്മഹത്യ ചെയ്യും. നീ എന്തൊക്കെയാ നീ പറഞ്ഞേ? ആത്മഹത്യ ചെയ്യുന്നോ? അതെ അനി, അത് നന്ദു, എനിക്കിവിടെ നിൽക്കാൻ വയ്യ. നീ ഇല്ലാതെ ഒരു നിമിഷം പോലും ഈ ലോകത്ത് ജീവിക്കാൻ വയ്യ. നീ എന്നോട് വന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ സത്യം അറിഞ്ഞാൽ പിന്നെ നാളെ മണ്ഡപത്തിലേക്ക് എടുക്കുന്നത് എന്റെ ശവമായിരിക്കും. നീ എന്തൊക്കെയാ നീ പറയുന്നേ? അത് നന്ദു, ഞാൻ പറഞ്ഞ സത്യം. ഞാൻ പറഞ്ഞു നടക്കാൻ പോകുന്നത് നീ കണ്ടോ? നാളെ മണ്ഡപത്തിലേക്ക് എന്റെ ശവം മാത്രമേ വരുള്ളൂ. നീ വന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവനെ മുറിയിൽ പോകാൻ തുടങ്ങുമ്പോഴേക്കും നന്ദു കയ്യിലേക്ക് പിടിച്ചു വലിക്കുന്നുണ്ട്. അനി, നീ മനസ്സിലാക്ക്, എന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്ക്. നയനേച്ചി നവ്യേച്ചി ഇവിടെ എന്തുമാത്രം ബുദ്ധിമുട്ട് സഹിച്ച് നിൽക്കുന്നെന്ന് എനിക്കറിയാവുന്നതല്ലേ? നമ്മുടെ വിവാഹം നടന്നു കഴിഞ്ഞാല് ആദർശേട്ടൻ ആദ്യം നയനേച്ചിനായിരിക്കും പുറത്താക്കുക, പിന്നാലെ നവ്യേച്ചിനെ, അതിനുശേഷം പിന്നാലെ ഞാനും കാണും. മുത്തശ്ശൻ ഈ അവസ്ഥയിൽ മുത്തശ്ശൻ ഇരിക്കാം. മുത്തശ്ശൻ അറ്റാക്ക് വന്നതിന് സംഭവിച്ച അതിന്റെ കൂടെ ബാധ്യത നമ്മുടെ തലയിലാവും. നീ ആലോചിച്ച് നോക്കിയേ.
നന്ദു, നീ പറഞ്ഞൊന്നും എന്റെ ചെവിലേക്ക് കയറില്ല. എനിക്ക് നീ വേണം, നീ എനിക്ക് വേണ്ടത്. എന്നെ വെറുതെ ഭ്രാന്തനാക്കരുത്, എനിക്ക് ദേഷ്യം വരിക. അനി പ്ലീസ്, ഞാൻ പറഞ്ഞ് നീ മനസ്സിലാക്ക്. അപ്പോഴേക്കും നന്ദുവിനെ രണ്ട് കവളും പിടിച്ചിട്ട് അനി പറയാണ്, വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് നിന്നെ വേണം നന്ദു, നീ എനിക്ക് വേണം. ഐ ലവ് യു സോ മച്ച് നന്ദു, ഐ ലവ് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് വീണ്ടും നന്ദിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഒന്നും എടുക്കണ്ട ഇവിടുന്ന്, എനിക്കൊന്നും വേണ്ട, നീ മാത്രം മതി. നിന്നോട് വാങ്ങും പറഞ്ഞിട്ട് അനി നന്ദിനെ കയ്യിൽ പിടിച്ചിട്ട് ഇറങ്ങി പോവാണ്. അങ്ങനെ ഡോറ് തുറന്ന് അവർ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. അനിയുടെ ബൈക്ക് എടുത്തു വരികയാണ്. നീ കേറ് എന്നും പറഞ്ഞിട്ട് നന്ദിനും കൊണ്ട് അവൻ പോകുന്നുണ്ട്. അപ്പൊ ഈ സംഭവങ്ങളൊന്നും വീട്ടിൽ ആരും അറിയുന്നില്ല. അങ്ങനെ രാവിലെ നയന ആയിക്കോട്ടെ എണീച്ച് വരുന്നത്. രാവിലെ എണീച്ച് അവളെ കുളിയെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതാരും ഡോറ് രാവിലെ തുറന്ന് എന്നേക്കാൾ മുമ്പ് ഇവിടെ ആരും എഴുന്നേറ്റേ എന്ന് നയന പുറത്തേക്കൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ആരെയും കാണുന്നില്ല. അങ്ങനെ അവള് അടുക്കളയിൽ കയറി കോഫിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം ജാനകി താനേക്ക് ഇറങ്ങി വരികയാണ്. നയന, അനി ഇങ്ങോട്ടേക്കാണ് വന്നോ? ഇല്ല ചെറിയമ്മ, വന്നില്ല. അപ്പോഴേക്കും നയന എല്ലാവർക്കുള്ള കോഫിയൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഹാളിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും കൂടെ കോഫിയൊക്കെ കൊടുക്കുകയാണ്. നിന്റെ കനത്തോട് ചോദിക്കാണ്, അമ്മേ നന്ദു എഴുന്നിട്ടില്ലേ? ഇല്ല മോളെ, നന്ദു എഴുന്നിട്ടില്ലെന്ന് തോന്നുന്നു, ഇതുവരെ ഇറങ്ങി വന്നിട്ടില്ല. അവള് രാവിലെ ഓടനൊക്കെ പോന്നാണല്ലോ, ഇന്ന് എന്ത് പറ്റി? ഞാൻ കൊണ്ട് കോഫി എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് നയന മുകളിലത്തെ മുറിയിലേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് നോക്കുമ്പോഴേക്കും അവിടെ നന്ദുവിനെ കാണുന്നില്ല. താഴേക്ക് എന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ അവള് ജോഗിങ്ങിന് പോയെന്നാ തോന്നുന്നത്, അവളെ കാണുന്നില്ല, അവള് മുറിയിലില്ല. അതാ ഞാൻ രാവിലെ എണീച്ച് നിന്നപ്പം കഥ തുറന്നിറക്കായിരുന്നു, ഞാൻ ഓർക്കുക ചെയ്തു ആരാ എഴുന്നേറ്റെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് അവളെ കോഫി അകത്തുകൊണ്ട് വെക്കുന്നുണ്ട്. ജാനകി വന്നിട്ട് ചോദിക്കാണ്, അല്ല ആരെങ്കിലും അനിയെ കണ്ടിരുന്നോ ചോദിക്കുന്നുണ്ട്. ആദർശ് പറയാണ്, ഇല്ല കണ്ടില്ല. അപ്പോഴേക്കും ഞാനോട് ചാങ്കടിക്കാൻ തുടങ്ങിട്ടോ. ഈശ്വര, അനിയും നയനയും നന്ദു എവിടെ പോയതാ? ആദർശ് പറയുന്നുണ്ട്, ആ നയന നീയല്ലേ പറഞ്ഞ നന്ദു ജോഗിങ്ങിന് പോയെന്ന്, ചിലപ്പം അവനും കൂടെ പോയി കാണും. അനിയുടെ ഗുരു ആണല്ലോ നന്ദു, അവനെ എല്ലാം പഠിപ്പിക്കുന്നത് അവളാണല്ലോ, അതുകൊണ്ട് അവളുടെ കൂടെ ജോഗിങ്ങിന് പോയി കാണും. അതെ അതെ, അവനെ എല്ലാം പഠിപ്പിക്കുന്നത് അവള് തന്നെയാ എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും കോഫിയൊക്കെ കുടിച്ചോണ്ടായിരിക്കും നയനയ്ക്കാണല്ലോ ആകെ പടങ്ങിയ ദേഷ്യം വരുന്നുണ്ട്. ഇവളെന്തിനാ ഈ സമയത്ത് അവനെ കൊണ്ട് പോയത്? ഇവിടെ ഇത്രയും പ്രശ്നമാണെന്ന് അവർക്കറിയാലോ, എല്ലാ കാര്യം അവൾ അറിഞ്ഞിട്ടൊന്നും ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോഴേക്കും കനക അടുക്കളയിലേക്ക് വരുന്നുണ്ട്. എന്താ മോളെയും ചോദിക്കാണ്. എന്താണ് അവളെ കാണിക്കുന്നത്? അവൾക്ക് തീരെ ബോധമില്ലേ? ഈ അടുത്ത കാലങ്ങളിൽ അവൾക്ക് അറിയാവുന്നതല്ലേ, എന്നിട്ടും അവനെയും കൂട്ടി പോയിരിക്കുന്ന കണ്ടില്ലേ? എത്രയും പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു രണ്ടുപേരും. ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് ഈശ്വര. ഇന്നൊരു ദിവസം കൂടെ കഴിഞ്ഞെങ്കിൽ നാളെ ആ പയ്യന്റെ കല്യാണം, അതോടുകൂടി സമാധാനമായനെ ഞാനും നന്ദും ജേട്ടനും കൂടെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകും എന്ന് പറയുന്നുണ്ട്. അതേമേ, അതാ നല്ലത്. നന്ദു ഇത് എവിടെ പോയിരിക്ക? അങ്ങനെ നന്ദുവിന്റെ ഫോണിലേക്ക് നയനെ വിളിക്കുന്നുണ്ടെങ്കിലും ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും കേട്ടോ. ഈ സമയത്ത് ആദർശ് അനിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കാണ്. പക്ഷെ അനിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അനിയുടെ ഫോൺ സ്വിച്ച് ഓഫാ. നന്ദുവിനെ നീ വിളിച്ചില്ലേ? വിളിച്ച ആദർശേട്ടാ. എന്നിട്ടോ? അത് അവളുടെ ഫോൺ സ്വിച്ച് ഓഫാ. അപ്പോഴേക്കും നവി ഓർക്കാണ് ഇവൾ എന്തൊക്കെയോ മറക്കുന്നുണ്ടല്ലോ. അങ്ങനെ നവി അടുത്തേക്ക് ചോദിക്കാണ്, എന്താ നയന, എന്താ കാര്യം? നീ ഇതിനെ പേടിക്കുന്നേ? ജാനകി ചെറിയമ്മയ്ക്ക് നല്ല മാറ്റോടെ 2 ദിവസമായിട്ട് നിന്നെ എന്തൊക്കെയോ പറഞ്ഞു എനിക്ക് തോന്നി. എന്താ പ്രശ്നം? അവരിപ്പോ നിന്നോട് ഭയങ്കര ദേഷ്യത്തിലാണല്ലോ, നീ എന്തൊക്കെയാണ് മറക്കുന്നുണ്ട്? എന്താ നയന, എന്താ കാര്യം ചോദിക്കാണ്. അതൊന്നുമില്ല ചേച്ചി, ഇപ്പൊ ചേച്ചി മിണ്ടാതിരിക്കുക, വലിയ പ്രശ്നമുണ്ട്. നാളത്തെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചിയുടെ എല്ലാം പറയാം. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, നിനക്കും അമ്മയ്ക്കും അച്ഛനും എല്ലാം അറിയാം. ഞാൻ മാത്രമല്ലല്ലോ ഇപ്പൊ പുറത്തുള്ള ആള്. ചേച്ചി ഇപ്പൊ ഇതൊന്നും പറയാനുള്ള അവസരമല്ല. ചേച്ചി മനസ്സിലാക്ക്, വലിയൊരു മുൾപ്പാലത്തിലൂടെയാ നമ്മളെ പോയിക്കൊണ്ടിരിക്കുന്നേ. അതും ചേച്ചി മനസ്സിലാക്ക്. ഒന്ന് കാല് തെറ്റിയാലുണ്ടല്ലോ നമ്മളെയൊക്കെ തീർന്നു. എന്താ ഞാനീ പറഞ്ഞേ? അതാ ചേച്ചി ഞാൻ പറഞ്ഞത്. ചേച്ചി സമാധാനിരിക്കുക, ടെൻഷൻ അടിക്കണ്ട, അവിടെ പോയിരിക്കുന്നു പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കോഫിയൊക്കെ കുടിച്ചോണ്ടിരിക്കായിരിക്കും. ഈ സമയത്ത് ജാനകിക്ക് ആകെപ്പാട് ടെൻഷനാണ്. ഇത് രണ്ടുപേരും എവിടെ പോയത് എന്നുള്ള കാര്യത്തില്. നാളെ വിവാഹം വെച്ചോണ്ട് ഇവരിത് എവിടെ പോയി കിടക്കുക എന്ന് ജാനകി പറയുന്നുണ്ട്. അവരിങ്ങി വരും ചെറിയമ്മേ ടെൻഷൻ അടിക്കുന്നേ. നന്ദു ഉണ്ടല്ലോ കൂടെ, 5-6 പേര് തള്ളിയൊതുക്കാനൊക്കെ. നന്ദു മിടിക്കുക. അവര് വല്ല ഗുണ്ടകളും കൊണ്ടാൻ പോയാൽ തന്നെ അവള് അടിച്ചൊതുക്കിക്കോളും ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ ഇവർക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിങ്ങനെ ജാനകി നടക്കായിരിക്കും, അങ്ങോട്ടും ഇവിടെ നടക്കാൻ കേട്ടോ. ഈ സമയത്തായിരിക്കും വലിയ ഞെട്ടിക്കുന്നൊരു കാഴ്ച എല്ലാവരും കാണുന്നത്. ഇങ്ങനെ ഒരു വണ്ടി വന്ന് നിൽക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ആരാ ഇപ്പൊ വന്നത്? ആദർശ് ചോദിക്കാണ്. ആരാണോ എന്തോ. ഇനി അനി ആയിരിക്കുവോ? ബൈക്കും കൊണ്ടാണോ ജോയിങ്ങിന് പോന്നെ എന്ന് ചോദിക്കാൻ കേട്ടോ ആദർശ്. അങ്ങനെ ഈ ആദർശും അനിയും നന്ദും കൂടി അകത്തേക്ക് കയറുകയാണ്. ഈ കാഴ്ച കണ്ടപാട് എല്ലാവരും സ്തബ്ധമായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നു കേട്ടോ. സംഭവം എന്താണെന്ന് ചോദിച്ചാല് അനിയും നമ്മുടെ നന്ദുവും കൂടി വിവാഹം കഴിച്ച് താലിമാലയും ബൊക്കെയൊക്കെ ആയിട്ട് അനന്തപുരിലേക്ക് കയറുകയാണ്. ഈ ഒരു കാഴ്ച കണ്ട് ആകെപ്പാട് ഞെട്ടി നിൽക്കുന്നുണ്ടോ എല്ലാവരും. അപ്പോഴേക്കും നയനയുടെ കയ്യിൽ നിന്ന് പാത്രം നേരെ താഴെ പോവാണ്. ചതിച്ചല്ലോ എന്റെ ഈശ്വര എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും കനകം, എന്റെ ഈശ്വര എല്ലാം നീ പണ്ട് കളഞ്ഞു കുളിച്ചല്ലോ എന്ന് പറയാണ്.
അപ്പോഴേക്കും നവിയൊക്കെ ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പൊ ഇതാ ഈ കാര്യങ്ങൾ നവിയും ആദർശും അഭയും ആരും അറിയുന്നില്ലല്ലോ. എല്ലാവരും സ്ഥാപനത്തിൽ എഴുന്നേറ്റ് നിൽക്കായിരിക്കും. അപ്പോഴേക്കും ജാനകി കയ്യിൽ തുള്ളിയിട്ട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇവിടെ കൂടെ പോയപ്പോ തന്നെ നോർത്തെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് നന്ദുവിനെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുന്നുണ്ട്. ആ ജാനകിയുടെ കൈ കയറി പിടിച്ചിട്ട് അനി പറയാണ്, അമ്മേ സൂക്ഷിച്ചു വേണം, ഇതിന്റെ ഭാര്യ, അവളുടെ ദേഹത്തോടാൻ ആർക്കും അവകാശമില്ലെന്ന് പറയുന്നുണ്ട്. ഭാര്യയോ? എങ്ങനെയുള്ള ഭാര്യ തന്നെ? നാളെ നിന്റെ കല്യാണം, അനാമിക നിന്റെ ഭാര്യ അല്ല, എന്റെ ഭാര്യ ഇവളാ. ദാ ഇവളുടെ കാര്യത്തിൽ ഞാൻ കിട്ടി താലി ചെയ്ത് പൊട്ടിക്കാൻ ഇങ്ങനെ ജാനകി അവളുടെ കഴുത്തിലോട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കാൻ തുടങ്ങുമ്പോഴേക്കും അമ്മേ സർവ്വ ഈശ്വരങ്ങളുടെ മുമ്പിൽ വെച്ചാ ഞാൻ ഈ താലി കഴുത്തിൽ കിട്ടിയത്. അത് മാത്രമല്ല ഇന്നലെ രാത്രി മുതൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളെ മുട്ടി അകത്തേക്ക് കയറി വരുമ്പോ മുത്തശ്ശി പറയാണ്, നിനക്കവിടെ എന്തൊക്കെയാണ് നീ കാണിക്കുന്നത്? നീ എന്താ കൊച്ചു കൂട്ടാന്ന് വിചാരിച്ചോ? നിന്റെ കളിത്തരത്തിലേക്ക് ഞങ്ങൾ കൂട്ടുനിൽക്കുന്നു വിചാരിച്ചോ? നയന വന്നിട്ട് ചോദിക്കാണ്, എന്താണ് നീ കാണിച്ചത്? നന്ദു നീ എന്താ ഇപ്പൊ കാണിച്ചത്? ഞങ്ങൾക്ക് നീ നാണം കെടുത്തിയല്ലോ, ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട്. കനകം വന്നിട്ട് നന്ദിനെ കുറെ അടിക്കുന്നുണ്ട്. അപ്പോഴേക്കും നന്ദിനെ ഒരടി അടിക്കുമ്പോ തന്നെ ആനി അമ്മേ അടിക്കണമെന്നല്ലേ പറഞ്ഞത്? ഇവിടെ നിങ്ങളുടെ മകള് മാത്രമല്ല എന്റെ ഭാര്യ, എന്റെ ഭാര്യത്തിനുള്ള അവകാശം ഇവിടെ ആർക്കും ഇല്ലെന്ന് പറയുന്നുണ്ട്. ആദ്യം ചോദിക്കാണ്, അപ്പൊ നിന്റെ മനസ്സിലുണ്ടാന്ന് പറഞ്ഞ പെൺകുട്ടി നന്ദു ആയിരുന്നോ? നിനക്കെന്തെങ്കിലും നേരത്തെ പറഞ്ഞിട്ടായിരുന്നോ? പറഞ്ഞാലോ പറയാൻ സമ്മതിച്ചില്ലായിരുന്നോ? ഇല്ലല്ലോ. അതുകൊണ്ടാ ഇന്നലെ രാത്രി തന്നെ ഞാൻ ഇവിടെ വിളിച്ചിറക്കിയത്. പിന്നെ നന്ദുവിനെയും നയനച്ചിനെയും ആരും കുറ്റപ്പെടുത്തണ്ട. നന്ദു ഇന്ന് വരെ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. നയനച്ചിക്ക് ഈ കാര്യം അറിയായിരുന്നു. പക്ഷെങ്കില് വന്നിട്ട് എന്നോട് നന്ദുവിനോട് പറഞ്ഞ് ഒരിക്കൽ വിവാഹം നടക്കില്ലെന്നും അനാമിക വിവാഹം നിൽക്കുന്നത് മാത്രമേ ചേച്ചി പറഞ്ഞിട്ടുള്ളൂ എന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി നവിയും എല്ലാവരും എടുക്കുന്നത് ഭയങ്കര ബഹളം വെക്കാണ്. ദേവേനി പറയുന്നുണ്ട്, കണ്ടില്ലേ ആ കനകത്തിന്റെ പ്ലാനിങ് എല്ലാം അവൾ വിചാരിച്ചില്ല നടന്നു. ആദ്യത്തെ മോളെ കിട്ടണമെന്ന് വിചാരിച്ചു, രണ്ടാമത്തെ മോളെ കൂടി ആ കൂട്ടത്തിന് കിട്ടിച്ചു. ഇതാകുമ്പോ മൂന്നാമത്തെ മോളെയും അനന്തപുരിലേക്ക് കൊണ്ടുവന്നു. അവളുടെ പ്ലാനിങ് പക്ക പ്ലാനിങ് കണ്ടില്ല എന്ന് പറയുമ്പോഴേക്കും കനകം പറയുന്നുണ്ട്, സത്യമായിട്ടും എനിക്കിതിൽ യാതൊരു അറിവുമില്ല. മുത്തശ്ശി ചോദിക്കാണ്, കനകം നിനക്ക് നേരത്തെ ഇവർ നമ്മൾ ഇഷ്ടത്തിലെന്ന് അറിയാമായിരുന്നോ? അത് മുത്തശ്ശി അറിയാതെന്ന് ചോദിച്ചത്. അറിയാതെ മുത്തശ്ശി, കണ്ടില്ലേ എല്ലാരും ഇവരുടെ നാടകമായിരുന്നു എല്ലാരും എന്ന് പറയുകയാണ് ജാനകി. അപ്പോഴേക്കും അനി അകത്തേക്ക് കയറുമ്പോ വേണ്ട ഇങ്ങോട്ടേക്ക് നീ കയറണ്ട. ജാനകി പറയാണ്, നീ അനാമികയും മാത്രം ഈ വീട്ടിലേക്ക് കയറിയാൽ മതി. ഇവളൊരിക്കലും വീട്ടിലേക്ക് കയറരുത്. അമ്മേ ഞാൻ വിവാഹം വെച്ച പെൺകുട്ടി ഇവളെ കൊണ്ട് ഇങ്ങോട്ട് കയറിയില്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങി പോവാ. ഓഹോ ഇന്നലെ രാത്രി കൂടി ഞാൻ ഇവിടെ പറഞ്ഞല്ലേ ഇവളെ പേരെങ്കിലും ഉച്ചരിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യുന്ന ഞാൻ കാണിച്ചു തരാം, ഞാൻ ഇപ്പൊ തന്നെ ആത്മഹത്യ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഓടിച്ചാടി കയറി ജാനകി മുറിയിലേക്ക് പോയിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ തൂങ്ങാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സംഭവം ജാനകി തന്നെ സ്വപ്നം കാണുന്നതായിരിക്കും. ജാനകി ചാടി എഴുന്നേക്കുന്നുണ്ട് ഈശ്വരാന്ന് വിളിച്ചോണ്ട്. അപ്പോഴേക്കും അനിയും ഈ സ്വപ്നം കണ്ട് ചാടി എഴുന്നേക്കുന്നുണ്ട്. ശരിക്കും അനിയും ജാനകിയും ഒരേപോലെ സ്വപ്നമുണ്ട് കാണുന്നത്. അപ്പോഴേക്കും അനി ഓർക്കാണ്, ഈശ്വര ഇങ്ങനെയാണ് ഞാൻ അവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോയാല് ആദ്യം ഇല്ലാതാവുന്ന എന്റെ അമ്മയായിരിക്കുമല്ലോ എന്ന് ആലോചിക്കാണ്. ആ ജാനകി ഇങ്ങനെ ആലോചിക്കാണ്, ഇനി അവളൊരു പക്ഷേ അവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോവോ, വിവാഹം കഴിക്കുമെന്നൊക്കെ പേടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അവള് ഉറക്കത്തിന് ഞെട്ടി ചാടി എഴുന്നേറ്റ് ഓടി നന്ദിനി മുറിയിലേക്ക് പോകാതിരിക്കും. നന്ദിനി മുറി അപ്പോൾ ക്ലോസ്ഡ് ആയിരിക്കും കേട്ടോ. വന്ന് തട്ടുന്നുണ്ട് ജാനകി. അതേ സമയത്ത് തന്നെ നന്ദു ഉറങ്ങിന്നറിയാൻ വേണ്ടിയിട്ട് അനി അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരിക്കും. ജാനകി നന്ദിനി മുറി പോയി തട്ടുന്നത് അനി കാണുന്നുണ്ട്. ജാനകി തുറന്നിട്ട് ചോദിക്കാണ്, എന്താടി ഇത്തിരി ഉറങ്ങിയില്ലേ? ഞാൻ ഉറങ്ങായിരുന്നു. അല്ല നീ ചാടി എഴുന്നേറ്റ് കഥ തോന്നല്ലോ. അത് പിന്നെ ഒരാൾ പേടിച്ചു പോകുന്ന പോലെ രീതിക്കല്ലേ ചെറിയ വാതിൽ മുട്ടിയത്, അതുകൊണ്ടാ ചാടി എഴുന്നേറ്റ് എന്ന് പറയാണ്. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ വിവാഹത്തിനന്ന് വന്നാൽ മതിയെന്ന്. ഞാൻ പറഞ്ഞത് അച്ഛനോടൊക്കെ, പക്ഷെ അച്ഛനൊക്കെ സമ്മതിക്കണ്ടേ? ചേച്ചിയും മുത്തശ്ശിയും വഴക്ക് പറയാന്ന് പറഞ്ഞാ വന്നത്. മുത്തശ്ശി അമ്മേനെ അച്ഛനെ വിളിക്കുകയും ചെയ്തു, ഇതെന്തോ ഇതുവരെ വരാത്തെന്ന് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നെന്ന് പറയുന്നുണ്ട്. ആ ശരി അകത്തേക്ക് കിടന്നോ. പിന്നെ ഇന്ന് നിന്നോട് കിടക്കാൻ ഞാനും ഉണ്ട്. എന്താ എന്റെ കൂടെ കിടക്കാനോ? അതെ നിന്റെ കൂടെ ഞാനുണ്ടെന്ന് കിടക്കാൻ. എന്തൊക്കെയാ അമ്മ പറയണേ? അതെ ഞാൻ പറഞ്ഞോണ്ട് കേട്ടാ മതി. ഇന്ന് നേരം വിളിക്കാറായല്ലോ. നാളെ അനിയുടെ വിവാഹ, അതുകൊണ്ട് ഇന്നൊരു ദിവസം ഞാൻ നിന്റെ കൂടെ തന്നെ കാണും. ഇന്ന് മാത്രമല്ല നാളെ അവൻ അനാമികയുടെ കാര്യത്തിൽ താലി കിട്ടുന്നവരെ ഞാൻ നിന്റെ കൂടെ തന്നെ കാണും എന്ന് പറഞ്ഞിട്ട് അവര് റൂമിൽ കയറി കഥ കുച്ചിട്ടിട്ട് ആ കട്ടിലേക്ക് കയറി കിടക്കുന്നുണ്ട്. നന്ദുന് എന്ത് ചെയ്യണമെന്നറിയാതെ നന്ദു വിഷമിച്ചിങ്ങനെ നിൽക്കാൻ കേട്ടോ. എന്താ ഉറങ്ങുന്നില്ല നീ? ഉണ്ട് എന്നും പറഞ്ഞിട്ട് നന്ദു അടുത്ത് പോയി കിടക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അനി ഈ കാഴ്ചകളെല്ലാം കാണുന്നുണ്ട് കേട്ടോ. ഈശ്വര അവിടെ നിന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. അമ്മയ്ക്ക് കാര്യമെല്ലാം മനസ്സിലായി. ഞാനൊന്നും തമ്മിൽ എന്തെങ്കിലും ചെയ്യുന്ന അമ്മയ്ക്ക് പേടിയുണ്ട്. ഞാൻ സ്വപ്നം കൊണ്ടുവന്നത് വലിക്കുമെന്ന് അമ്മയ്ക്കൊരു പേടിയുണ്ട്. അതുകൊണ്ടായിരിക്കും അമ്മ പോയി അവളുടെ അടുത്ത് കിടന്നത്. എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈശ്വര. ഇന്ന് ഒറ്റ ദിവസം കൂടെ ഉള്ളൂ. ഇതിനിടയിൽ എന്താ മാറി മറിയാൻ പോകുന്നത്? എനിക്ക് നന്ദുവിനെ മതി, എനിക്ക് നന്ദുവിനെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് അനി നിൽക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ഇതൊക്കെ ഒരു സ്വപ്നം മാത്രമായിരുന്നു. അപ്പൊ ഇതിന്റെ ബാക്കി സ്റ്റോറീസ് ഒക്കെ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വിവാഹത്തിന് ആ സംഭവങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് തിങ്കളാഴ്ച മുതലായിരിക്കും കേട്ടോ. എങ്ങനെ വേണം തിങ്കൾ തൊട്ട് മൺഡേ തൊട്ട് ഫ്രൈഡേ വരെ ഈ ഒരു ഇഷ്യൂസ് ആയിരിക്കും. വിവാഹത്തിനൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ആയിരിക്കും. വെള്ളിയാഴ്ച ആയിരിക്കും വന്നിട്ട് വിവാഹം നടക്കാൻ പോവുക. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മുടെ ചാനൽ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ് ആയിരിക്കും. ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.